മറ്റു ചില വാർത്തയിലേക്ക് കൂടി KSRTCയിൽ ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർക്ക് എതിരെയുള്ള ട്രാൻസ്ഫർ നടപടി KSRTC റദ്ദാക്കി. ട്രാൻസ്ഫർ നടപടി തെറ്റായിരുന്നുവെന്ന CMDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അഖിലയെ വൈക്കത്ത് തന്നെ തിരികെ പോസ്റ്റ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. അതേസമയം 2022 ഡിസംബറിലെ ശമ്പളം 7 ദിവസം മാത്രമായിരുന്നു വൈകിയതെന്നും എന്നാൽ 41 ദിവസം വൈകിയെന്ന് അഖില തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ശമ്പളരഹിത സേവനം 41-ാം ദിവസമെന്ന ബാഡ്ജ് ധരിച്ച് ജോലി ചെയ്തതിന് കഴിഞ്ഞ ദിവസമാണ് അഖിലയെ വൈക്കം ഡിപ്പോയിൽ നിന്ന് പാലായിലേക്ക് സ്ഥലം മാറ്റിയത്. പ്രതിഷേധം സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് KSRTCയുടെ നിലപാട്. കൂടാതെ ഭരണപരമായ സൗകര്യാർത്ഥം സ്ഥലം മാറ്റിയെന്നുമാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഈ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ CMDയോട് ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്തുള്ള അദ്ദേഹം പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഖില എസ് നായരെ വൈക്കത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അഖില എസ് നായർ ഡ്യൂട്ടി സമയത്ത് പ്രദർശിപ്പിച്ച ബാഡ്ജിലെ വരികൾ വസ്തുതകൾക്ക് വിരുദ്ധമായിരുന്നു. 6 ദിവസം വൈകിയപ്പോൾ 41 ദിവസം ശമ്പളം മുടങ്ങിയെന്ന് തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിച്ചത്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജനുവരി 11-ാം തീയതി മുതൽ അഖില ബാഡ്ജ് ധരിച്ചാണ് ജോലിക്കെത്തിയിരുന്നത്. പ്രതിഷേധ ബാഡ്ജ് ധരിച്ച അഖിലയുടെ ചിത്രം നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ KSRTCയുടെ ട്രാൻസ്ഫർ നടപടിക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. KSRTCയിലെ BMS യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമാണ് അഖില. ന്യൂസ് 18 തിരുവനന്തപുരം.